മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒക്ടോബർ മാസം 22-ാം തീയതി കഴിഞ്ഞ ആഴ്ച ഫ്ലോറിഡയിൽ ഒരു ഹിന്ദു ധർമ്മ സമ്മേളനം നടന്നു. KHNA, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഒരു സംഗമം നടന്നിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ അവിടേക്ക് പോകേണ്ടതായിരുന്നു. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യാത്ര ഒഴിവാക്കണം. മാത്രമല്ല 22-ാം തീയതി വലിയൊരു പ്രോഗ്രാം തിരുവനന്തപുരത്തെ ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ സമ്മേളനത്തിൽ എത്തിക്കോളാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള US യാത്ര ഒഴിവാക്കാനും വേണ്ടി ഞാൻ പോയില്ല. പകരം അത് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളായിട്ടുള്ള ശ്രീ ജയരാജ് ധർമ്മ റേഡിയോ, ധർമ്മ മെസ്സേജസ് എല്ലാം ഫ്ലോറിഡയിൽ നിന്ന് നിരന്തരം 24 മണിക്കൂറും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നോട് പറഞ്ഞു, ആ സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ളൊരു സന്ദേശം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരികയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഫ്ലോറിഡയിലെ സമ്മേളനത്തിന് വേണ്ടി ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഉള്ള ഒരു സന്ദേശം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അത് പബ്ലിക്കിനായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതെടുത്ത് അവർ സമ്മേളനത്തിൽ റീപ്ലേ ചെയ്തു. വളരെ നല്ല അനുഭവമായിരുന്നു അത് എന്ന് പറയുകയും ചെയ്തു. ഞാനിത് പറഞ്ഞത് ഒരു സംഭവത്തിനെ അതിശയോക്തി കലർത്തിയോ അല്ലാതെയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനല്ല, മറിച്ച് ലോകമെമ്പാടും നടക്കുന്ന ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ദീപശിഖ ഉയർത്താൻ അല്ലെങ്കിൽ സന്ദേശം കൊടുക്കാൻ കേരളത്തിൽ നിന്നോ ഭാരതത്തിൽ നിന്നോ വ്യക്തികളെ ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിൻ്റെ ഒരു വലിയ ചെലവ് ഇവർക്ക് യാത്രാ ടിക്കറ്റ് കൊടുക്കുന്നതാണ്. ആ യാത്രാ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അക്കോമഡേഷനും എല്ലാം കൊടുത്തു കഴിഞ്ഞ് ആ വ്യക്തിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ചിലപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ ആയിരിക്കും. ആ വ്യക്തിയിൽ നിന്ന് കൂടുതൽ ലഭ്യമാക്കാതെ വളരെ അതിൻ്റെ ഒരു 15 ഇരട്ടി 20 ഇരട്ടി ആ വ്യക്തിക്ക് ട്രാവലിംഗ് ആയിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഇന്ന് ഹിന്ദു ധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം യൂട്യൂബ് ഫെസിലിറ്റിയെക്കുറിച്ച് നല്ലോണം അറിയാം, ഫേസ്ബുക്ക് ഫെസിലിറ്റിയെക്കുറിച്ച് അറിയാം. അവിടെ കൊടുക്കാനുള്ള സന്ദേശം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അവിടെ കൂടാൻ സാധ്യതയുള്ള 10, 200, 300, 400 ഹൈന്ദവ യുവാക്കളോ ഹൈന്ദവ ചിന്താധാരയുള്ളവരോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തോട് ആഭിമുഖ്യമുള്ള ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മാത്രമായിരിക്കില്ല അവിടെ കാണുന്നത്. ഞാൻ ഏതാണ്ട് 17-ാം തീയതി അപ്ലോഡ് ചെയ്തത് 22-ാം തീയതി വരെ ഒരു 10,000-ഓളം പേര് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ 8,000 പേര് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള 300 പേരും ഫ്ലോറിഡയിലുള്ളവരും കണ്ടു. ഇപ്പോഴും അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അവിടം വരെ പോയിരുന്നെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ടിക്കറ്റ്, പിന്നെ എൻ്റെ അക്കോമഡേഷൻ, ബാക്കിയെല്ലാം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും സാധിച്ചു എന്നുള്ള ഒരൊറ്റ പൈസ ചെലവില്ലാതെ ധന്യമായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അവിടെ നിന്ന് ജയരാജും അവിടെ കൂട്ടത്തിലുള്ളവരും പറഞ്ഞു, വളരെ നല്ല രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ടു, അതൊരു മെമ്മറബിൾ ആയിട്ടുള്ള സ്പീച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തിൽ എവിടെ ഹിന്ദു ധർമ്മത്തിൻ്റെ പരിപാടികൾ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്ര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സെമിനാറുകളോ മറ്റോ നടക്കുകയാണെങ്കിലും ഒരു വ്യക്തി അവിടെ വന്ന് ക്ലാസ് എടുത്താലേ ക്ലാസ് ആവുള്ളൂ എന്നൊന്നുമില്ല. ഈ മാസം അടുത്ത മാസം നവംബർ 4, 5 തീയതികളിൽ ഒറ്റപ്പാലത്തെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഭഗവത്ഗീതയെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഡൽഹിയിൽ ചെന്ന് നിറവേറ്റേണ്ടതായിട്ടുള്ളത് കൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും ആ ഒറ്റപ്പാലത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പകരം ഞാനിവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് എടുക്കേണ്ട വിഷയം പ്രിൻ്റ് ചെയ്ത് കൊടുത്ത് അവിടേക്ക് അയച്ചിട്ടുണ്ട്. അവരത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ നിന്ന് മൊബൈൽ ഫോണിൽ ടെലി ലെക്ചർ കൊടുക്കുമ്പോൾ അത് അവർ മൈക്കിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് പ്രിൻ്റഡ് നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയും ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുകയും ചെയ്യുമ്പോൾ ശരിക്ക് അവരുടെ മുമ്പിലിരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഫീലിംഗാണ് അവർക്ക് ഉണ്ടാവുക.
ഇന്നലെ എഡ്മണ്ടണിലേക്ക് ആൽബർട്ട പ്രോവിൻസിൽ ആർട്ടിക് ഓഷ്യന്റെ അടുത്ത് കുറേ പേർക്ക് വേദ ക്ലാസ് എടുത്തു രാവിലെ 8 മണിക്ക് ഇവിടുത്തെ ടൈമിൽ. അതേപോലെ ഈ ഒറ്റപ്പാലത്തെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റർനാഷണൽ ഭഗവത്ഗീത സെമിനാറിൽ ആ പ്രിന്റഡ് നോട്ട് ഭഗവത്ഗീത ആൻഡ് മാനേജ്മെന്റ് കയ്യിൽ കൊടുത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു 9 മണിക്കൂർ യാത്ര, തിരിച്ചൊരു 9 മണിക്കൂർ യാത്ര, അവിടെ ഒരു 5-6 മണിക്കൂർ, ശരിക്കും 2 ദിവസം പോകുന്നതിന് പകരം കൃത്യം 45 മിനിറ്റ് ഒരു സ്ട്രെയിനും ഇല്ലാതെ നമുക്ക് ക്ലാസ് എടുത്ത് ഭഗവത്ഗീത ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് എന്താണോ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അത് 5-ാം തീയതി 2 മണി തൊട്ട് 3:30 വരെ അവിടെ കൊടുക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. അതായത് ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അയാൾ അവിടെ വന്ന് ക്ലാസ് എടുത്താലേ സമ്പൂർണമാവുള്ളൂ സമ്മേളനം എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് നടന്നില്ലെങ്കിൽ സെക്കൻഡ് ആൾട്ടർനേറ്റീവ് ഇതുപോലെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിക്കണം. ചില പ്രഗത്ഭരായ വ്യക്തികളെ ഇന്ത്യയിൽ നിന്ന് അടുത്ത കാലത്ത് ഒമാനിൽ കൊണ്ടുപോയി 7 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. ദുബായിൽ 15 മിനിറ്റാണ് സംസാരിച്ചത്. അവിടെയുള്ളവർ സംസാരിക്കുന്ന മാതിരി അല്ലല്ലോ കേരളത്തിലുള്ളവർ അവിടെ ചെന്ന് ഇത്രയും എക്സ്പെൻഡിച്ചർ അവർ മീറ്റ് ചെയ്ത് അതിന് എത്ര പേരുടെ മുമ്പിൽ കൈനീട്ടിയാൽ ഇത്രയും പൈസ കിട്ടാം. അങ്ങനെയുള്ളതിന് പകരം ആൾട്ടർനേറ്റീവുകൾ ഉണ്ട് എന്നുള്ളത് കൂടി ചിന്തിക്കണം. എങ്ങനെയാണോ ഒറ്റപ്പാലത്തെ ഭഗവത്ഗീത ആൻഡ് മാനേജ്മെന്റ് ഇന്റർനാഷണൽ സെമിനാർ അവര് എന്റെ ലെക്ചർ അങ്ങനെ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പോണത്, എങ്ങനെയാണോ ഈ മാസം 22-ാം തീയതി ഫ്ലോറിഡയിൽ നടന്ന സെമിനാർ വളരെ ഗംഭീരമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിച്ചത്, അതേപോലെ എല്ലാവർക്കും സാധിക്കണം. വേദം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബ്രോഷർ ഇവിടുന്ന് അയച്ചു തരാം. നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ക്ലാസ് ഇവിടുന്ന് എടുക്കാം. നമ്മൾ ലെക്ചർ കൊടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ടെലി ലെക്ചർ കൊടുക്കാം. അല്ലെങ്കിൽ അവിടേക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ലെക്ചറുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. ഇപ്പൊ ന്യൂസിലാൻഡിലേക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞു. ന്യൂസിലാൻഡിലേക്ക് പോയി വരിക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന മാതിരിയല്ല. എത്രയാ കോസ്റ്റ്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി, വേസ്റ്റ് ഓഫ് മാൻ പവർ. അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസും വന്നൊന്നും വരില്ല. അവിടെ മലയാളികളും ഹിന്ദുക്കളൊക്കെ വളരെ കുറവാണ്. അപ്പോ അതിനെല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ധന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ ടെക്നോളജി ഉണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എന്ത് വേണമെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.